നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജിയും ഇപ്പോൾ SITയുടെ ചോദ്യമുനയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം നടക്കുമ്പോൾ പല തരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഇപ്പോൾ ഒരേപോലെ അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാരൊക്കെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ശബരിമലയിലെ ഭരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് നേരെ കണ്ണടച്ചെന്നാണ് നിഗമനം. നിയമപരമായി തന്നെ ദേവസ്വം മുതലുകൾ സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തം കടമയുമുള്ള ഉദ്യോഗസ്ഥരാണ്. 2016 മുതൽ 2024 വരെ ഈ പദവി വഹിച്ചത് ഒരു ജഡ്ജിയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ഗുരുതരമായ കൃത്യവിലോപം കാട്ടിയെന്നാണ് SITയുടെ അനുമതിയോടെ ചോദ്യം ചെയ്യാനാണ് നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യകേരളത്തിലെ ജില്ലാ ജഡ്ജിയാണിപ്പോൾ അദ്ദേഹം. ഇദ്ദേഹത്തിന് ശേഷം 2024 ജൂണിൽ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിതനായ ജില്ലാ ജഡ്ജി R ജയകൃഷ്ണനാണ് 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ രഹസ്യമായി ഇളക്കിക്കൊണ്ടുപോയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി ഈ വിഷയം ഗൗരവത്തിലെടുത്തതോടെയാണ് കാലാകാലങ്ങളായി നടത്തിവന്ന ഈ ഒരു കൊള്ള പുറത്തറിഞ്ഞത്. ഇപ്പോഴും എല്ലാവരും ഹൈക്കോടതിയെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2024 ബോർഡ് അനുവാദം നൽകിയതും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. സർവാധികാരമുണ്ട്, ചുമതല നിറവേറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറ്റം. അതുതന്നെയാണ് SIT ഇപ്പോൾ സംശയനിഴലിലാക്കിയിരിക്കുന്നത്. ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ അറിയാനും രേഖകളും ബോർഡ് തീരുമാനങ്ങൾ പരിശോധിക്കാനും സ്പെഷ്യൽ കമ്മീഷണർക്ക് വിപുലമായ അധികാരമുണ്ട്. പാകപ്പിഴ കണ്ടാൽ തടയാനും ഹൈക്കോടതി അധികാരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2019 ജൂലൈ 19 ശില്പങ്ങളിലെ തെക്കും വടക്കും ഭാഗത്തെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ 2019 ജൂലൈ 20 ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത്. സെപ്റ്റംബർ 11 തിരിച്ചെത്തിച്ചത്. മഹസർ അടക്കം രേഖകൾ കൃത്യമായിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോ പോലീസ് സുരക്ഷയോ ഇല്ലാതെ പോറ്റിയുടെ കൈവശമാണ് കൊടുത്തുവിട്ടത്. ശ്രീകോവിലിലെ പ്രഭാമണ്ഡലത്തിലെ 7 പാളികളും കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന രാശി ചിഹ്നങ്ങളും ദശാവതാരങ്ങളും ആലേഖനം ചെയ്ത പാളികളും ശൈവ വൈഷ്ണവ വിഗ്രഹങ്ങളടങ്ങിയ പാളിയും അടക്കം കടത്തിയിരുന്നു. ഗുരുതരമായ ക്രമക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കാതിരുന്നതാണ് സംശയകരം. ഏതായാലും ഇപ്പോൾ കൂടുതൽ ആളുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയനിഴലിലേക്ക് വരുന്നത്. കൃത്യമായിട്ട് അത് സംശയം തീരണമെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ അവർക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതേസമയം ശബരിമല ശ്രീകോവിലിലെ സ്വർണം കടത്തിയ കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് ആദ്യം എത്തിയത് 2007 ഉത്സവ കാലത്ത്. ഉത്സവ ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായിരുന്നതായി അന്ന് മാതൃഭൂമി പകർത്തിയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. 2007 മാർച്ച് 23 കൊടിയേറി ഏപ്രിൽ 1 ആറാട്ട്. കൊടിയേറ്റിന് 3 ദിവസം മുമ്പാണ് മീനമാസ പൂജകൾ കഴിഞ്ഞ് നടയടച്ചത്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉത്സവത്തിന് നട തുറന്നപ്പോൾ തന്നെ പോറ്റി പൂജാ സഹായിയായി രംഗത്ത് വന്നു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീഭൂതബലി എഴുന്നള്ളത്തിൽ അയ്യപ്പന്റെ മൂലബിംബവും വഹിച്ച് മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ അതിന് തൊട്ടു മുന്നിൽ പോറ്റി ഉണ്ടായിരുന്നതായി ചിത്രങ്ങളിൽ കാണാം. സോപാനത്ത് തന്ത്രി കണ്ഠര് രാജീവന് നമസ്കരിക്കുമ്പോൾ മേൽശാന്തിയുടെ പിന്നിലായും പോറ്റി നിൽക്കുന്നുണ്ട്. ബലി തൂവുമ്പോൾ തന്ത്രിയുടെ തൊട്ടു പിന്നിലും പോറ്റി ഉണ്ടായിരുന്നു. മാതൃഭൂമി 2007 മാർച്ച് 25 ശബരിമലയിലെ ഉത്സവ ബലിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ തന്ത്രിക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതും കാണാം. ആദ്യമായി സന്നിധാനത്ത് എത്തിയപ്പോൾ തന്നെ പ്രധാന പൂജാ സഹായി എന്ന റോളിലായിരുന്നു പോറ്റി. ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരിക്കെയാണ് ഈ വരവ്. സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി അന്നേ പരിചയമുണ്ടായിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു.
ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധന്റെ ബിസിനസ് പങ്കാളിയാണ്. ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ റിമാൻഡിലുള്ള പങ്കജ് ഭണ്ഡാരിയുമായി പോറ്റി അടുപ്പമുണ്ടാക്കിയതും ഗോവർദ്ധൻ വഴിയായിരുന്നു. അങ്ങനെയാണ് 2009 മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശിയത്. സ്മാർട്ട് ക്രിയേഷൻസിനെ ദേവസ്വം അധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പരിചയപ്പെടുത്തിയത് പോറ്റിയാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. 2017 പഴയ കൊടിമരം മാറ്റി പുതിയത് പ്രതിഷ്ഠിച്ചപ്പോഴും പൂജാ സഹായിയായി പോറ്റി സന്നിധാനത്തുണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും പൂജകളിൽ നിന്ന് പോറ്റി മെല്ലെ പിന്മാറി. പിന്നീട് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഏതായാലും BJP. മകരവിളക്ക് ദിനത്തിൽ ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കണമെന്നും ഇതിൽ എല്ലാ അയ്യപ്പ വിശ്വാസികളും പങ്കെടുക്കണമെന്നും BJP ആഹ്വാനം ചെയ്തു. ശബരിമല ക്ഷേത്രത്തിൽ കൊള്ള നടത്തുന്നവർക്കെതിരെ അന്വേഷണം നടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശും തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. ജാനുവരി 14 മകരവിളക്ക് ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും MT രമേശ് അറിയിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ് അന്ന്. ആ ദിവസം തന്നെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ പരിശ്രമിക്കുന്ന ഈ കൊള്ള സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം UDFനാണ് ഗുണം ചെയ്തത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് BJP ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ പ്രക്ഷോഭത്തിന് മുതിരുന്നത് എന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചേക്കും എന്ന് മുൻകൂട്ടി കണ്ടാണ് BJPയുടെ പുതിയ നീക്കം. BJPയാണ് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം പറയാൻ ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ LDF UDFും ഒരുപോലെ കുറ്റക്കാരാണെന്നും അതുകൊണ്ട് തന്നെ കേസിൽ CBI അന്വേഷണം വേണമെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കുക എന്നതടക്കമുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ UDFും LDFും പരസ്പര സഹകരണത്തോടെ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു. ഇരുമുന്നണികളുടെയും പരസ്പര സഹകരണത്തിന്റെ ഭാഗമായി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BJPക്ക് അധ്യക്ഷന്മാരെ ജയിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. BJPയെ മാറ്റി നിർത്താൻ CPMും കോൺഗ്രസും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൽ വരാനിരിക്കുന്ന കാലത്ത് പൊതുവേദിയിലേക്ക് വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ആരംഭമാണെന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു.